ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. ഒരു വർഷത്തേക്കുള്ള വെളിച്ചെണ്ണ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വെറും 4-5 ദിവസം കൊണ്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കാം. അതും ഒരു വർഷത്തേക്ക് നമുക്ക് എടുത്തു വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ചെറിയൊരു കാര്യമല്ല. വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ, പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്, വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വെളിച്ചെണ്ണ. അതും നമ്മുടെ ഡെയിലി ലൈഫിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വെളിച്ചെണ്ണയുടെ ഭാഗത്തേക്ക് നോക്കി വെക്കേ വേണ്ട. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ആദ്യം തന്നെ പറയുവാണെങ്കിൽ നമ്മൾ തേങ്ങ പൊളിക്കാനും അതുപോലെ തേങ്ങ വെട്ടാനും അത് കൊണ്ടിടാനൊക്കെ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. എന്നാലും നമുക്ക് ഒരുപാട് ലാഭമാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത് തേങ്ങ പൊളിക്കലായിരുന്നു. ഒരു തേങ്ങ പൊളിക്കാൻ 1 രൂപ കേട്ടോ. അപ്പം നമ്മൾ 524 തേങ്ങ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 524 രൂപയാണ് നമ്മൾ അവർക്ക് കൊടുത്തത് അത് പൊളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള തേങ്ങയിൽ പച്ചത്തേങ്ങ ഉണ്ട്, ഉണങ്ങിയ തേങ്ങയുണ്ട്, പൊങ്ങുള്ള തേങ്ങ ഉണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള തേങ്ങകളുണ്ടായിരുന്നു. അപ്പം വലിയ തേങ്ങ മാത്രം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വെളിച്ചെണ്ണ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് തേങ്ങ വെട്ടുന്നത്. കാരണം അന്ന് നമ്മൾ തേങ്ങ പൊളിക്കാൻ തന്നെ രാവിലെ തൊട്ട് ഉച്ച വരെ എടുത്തു. പിന്നെ ഇത് വെട്ടലും പിന്നെ കൊണ്ടിടലും കൂടി ആകുമ്പോൾ വെയിലാറിയ ശേഷം മാത്രമേ നമുക്ക് കൊണ്ടിടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് നമ്മൾ ചെയ്തില്ല. നെക്സ്റ്റ് ഡേ ആണ് തേങ്ങ വെട്ടുന്നത് കേട്ടോ. പിന്നെ കുറേ തേങ്ങയിൽ പൊങ്ങുണ്ടായിരുന്നു. പൊങ്ങുള്ള തേങ്ങയിൽ വെളിച്ചെണ്ണ കുറയുമെന്ന് പറയാറുണ്ട്. അങ്ങനെ പിന്നെ വെട്ടലും പിന്നെ കൊണ്ടിടലും കൂടി ഒരുമിച്ചാണ്. ഉച്ചക്കാണ് നമ്മൾ രാവിലെ വെട്ടിയിട്ട് പിന്നെ ഉച്ചയ്ക്കാണ് നമ്മളത് കൊണ്ടിടുന്നത് കേട്ടോ. കൊണ്ടിടാനും ആൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ ഉണക്കാൻ വെച്ചത് പുതിയ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ ഇത് കൊണ്ടിടാനൊക്കെ ഒരാൾ എന്തായാലും വേണം. അപ്പം എല്ലാത്തിനും കൂടി ഒരു ദിവസത്തെ കൂലിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 850 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് പൈസയുടെ കണക്കൊക്കെ പറയാൻ കാരണം നമ്മൾക്ക് എത്ര ചിലവായി, എത്ര ലാഭമായി, നമുക്കിതുകൊണ്ട് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ തേങ്ങ പൊളിക്കലും ഇതങ്ങനെ 2 ദാർപ്പായിലാണ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് പരത്തി വെക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളിതിങ്ങനെ എല്ലാതും തേങ്ങ അങ്ങനെ പരത്തി വെക്കണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാനും ഇവിടുത്തെ ഉമ്മയും പിന്നെ ഇവിടെ നിൽക്കുന്ന ആളും കൂടിയാണ് ചെയ്തത്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ റിzareenu ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉച്ച തൊട്ട് വൈകിട്ട് വരെയുള്ള നല്ല വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാർപ്പിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് നെറ്റൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ച ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ വരുമ്പോഴുള്ള കാഴ്ച കേട്ടത്. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പം നമ്മൾ തേങ്ങ ഇങ്ങനെ വെട്ടിയിട്ട് 2ാമത്തെ ദിവസം കേട്ടോ. ഞാൻ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അതാ നെറ്റൊക്കെ ഇട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി നമ്മൾ എടുത്ത് മാറ്റിയില്ല അന്ന്, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചു. വാർപ്പിൻ്റെ മുകളിലായതുകൊണ്ട് പിന്നെ നായും പൂച്ചയൊന്നും കയറില്ല. എല്ലാത്തിനും ഡോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ വീടിൻ്റെ താഴെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും സേഫാണ് നമ്മളിതിൻ്റെ മുകളിൽ വെക്കുന്നത്. 2ാമത്തെ ദിവസം തന്നെ വൈകിട്ട് വന്ന് നോക്കിയപ്പം അത്യാവശ്യം നല്ലൊരു ഉണക്കം വന്നിട്ടുണ്ടായിരുന്നു തേങ്ങക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ അടർന്ന് വരുന്നൊക്കെ എടുത്ത് അപ്പം തന്നെ മാറ്റണം എന്നാണ് ഉമ്മ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ചിരട്ടയോട് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് പിന്നെ നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാവും. ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ തന്നെ, ഞാനും ഉമ്മയും ഇവിടെ നിൽക്കുന്ന ആളും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ കൊപ്ര അടർത്തി മാറ്റുക, അതുപോലെ ചിരട്ട മാറ്റുക, അങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പണിക്ക് നിൽക്കുമ്പം രാവിലെയും വൈകിട്ടും ഈ ഒരു ഇതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തന്നെ വേണം. അതായത് അടർത്തുന്ന സമയത്ത് അടർത്തന്നെ വേണം, ചെത്തുന്ന സമയത്ത് ചെത്തന്നെ വേണം. അത് നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. അതുപോലെ മഴ പെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കണം. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെല്ലാവരും കൂടി അന്ന് വൈകിട്ട് അവിടെ ഇരുന്നിട്ട് കുറേയൊക്കെ അടർത്തി മാറ്റി. പിന്നെ ബാക്കിയുള്ളത് അവിടെ തന്നെ വെച്ചു. ഒരു വെയിലും കൂടി കൊണ്ടാലും ഒന്നും കൂടി സിമ്പിളാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഡേക്ക് മാറ്റി. അപ്പം രാവിലെ അല്ല, വൈകിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് അടർത്തിയിട്ട് പിന്നെ രാത്രി ആവാൻ നേരം നമ്മൾ വീട്ടിലോട്ട് കയറിയത് കേട്ടോ. എല്ലാം കൂടി ചെയ്തിട്ട് പിന്നെ നമ്മളത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദാർപ്പായിട്ട് ഒരു ദാർപ്പായിൽ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ദാർപ്പായി കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിലപ്പം മഴ പെയ്യാനൊരു ചാൻസ് കണ്ടു. ചെറിയൊരു കാർമേഘമൊക്കെ ഉള്ള പോലെ തോന്നി. അപ്പം മഴ പെയ്താൽ ആകെ കൊള്ളാവും. അതൊക്കെ നോക്കണം കേട്ടോ.
അപ്പോൾ മൂന്നാമത്തെ ദിവസം രാവിലെ ചെറുതായിട്ട് സുബീൻ്റെ നേരത്ത് ചെറിയൊരു മഴച്ചാറലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം കേട്ടോ. രാവിലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം വന്ന് നോക്കിയപ്പം സൈഡിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ തുടച്ചെടുത്ത് പിന്നെ ഈ കൊപ്ര അടർത്തി വെച്ചതല്ലേ, ഈ ഒരു സ്റ്റേജിൽ മഴ കൊണ്ടാലും കുഴപ്പമില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. പക്ഷെ ചെത്തി എടുത്ത ശേഷം മഴ കൊണ്ടാകെ പണിയാവും, എണ്ണ കേടാവും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെയിലാക്കാൻ വേണ്ടി നമ്മൾ 2 ദാർപ്പായിലിട്ടു. എന്നിട്ട് ദാർപ്പായൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് വൈകിട്ടുള്ള കേട്ടോ, മൂന്നാമത്തെ ദിവസം വൈകിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ഉണക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ചെറിയൊരു മഴ കൊണ്ടപ്പോൾ ആകെ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ അന്ന് നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിരട്ടയിൽ നിന്ന് കിട്ടാത്ത കുറച്ചുണ്ടായിരുന്നല്ലോ, അത് വേറൊരു ദാർപ്പായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി ഒന്നുകൂടെ അടർത്താനുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് വെയിൽ കൊണ്ട ശേഷം അടർത്താൻ വെച്ചിട്ട് വേറെ ദാർപ്പായിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്തത് ഇങ്ങനെ ചെത്തലാണ്. ഇതിപ്പം നല്ല പാകം ഉണക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ചെത്തുവാണെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെത്താൻ പറ്റും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ നാളെ രാവിലെ ചെത്താമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉണക്കം വരൂലേ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഹാർഡാവും. അപ്പോൾ നമുക്ക് ചെത്താൻ ഭയങ്കര പാടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് സമയത്തിന് ചെത്തലും അടർത്തലൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ദിവസം കൂടി വൈകിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെത്താൻ ഭയങ്കര പാടാവും. ഇതൊന്നുകൂടെ ഉണക്കം വന്നിട്ടുണ്ട് കണ്ടോ, ഒന്നുകൂടെ ഡ്രൈ ആണ്. നേരത്തെ ഉമ്മ ചെത്തിയത് ഒന്ന് സോഫ്റ്റായിരുന്നു, ഇത് കുറച്ചുകൂടെ ഒന്ന് ഹാർഡായി. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒരു പാടാവും അങ്ങനെ ചെത്താൻ വേണ്ടിയിട്ട്. ഇത് ഒന്ന് സോഫ്റ്റാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാമെന്നൊക്കെ, അങ്ങനെയൊന്നുമല്ല. കറക്റ്റ് സമയത്ത് തന്നെ ചെത്തലും അടർത്തലും ഒക്കെ ചെയ്യണം. അങ്ങനെ പിന്നെ നമ്മൾ അന്നിപ്പോൾ വൈകിട്ട് ഇരുന്ന് ചെത്തിയാൽ എന്തായാലും അത് കഴിയൂല. അപ്പോൾ നമ്മൾ കുറച്ച് 2-3 ബക്കറ്റ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് വീട്ടിൽ പിന്നെ രാത്രി ഇരുന്നിട്ട് എല്ലാം ചെത്തിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആക്കിയതായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം അങ്ങനെ വീഡിയോ കൂടുതലായിട്ട് എടുക്കാൻ നിന്നുണ്ടെങ്കിൽ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് ബക്കറ്റിൽ കൊണ്ടുപോയി നമ്മൾ കുറേയൊക്കെ ഇവിടുന്ന് ചെയ്തു. പിന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്ന ഒരു സമയമായതുകൊണ്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വെയിലുള്ള സമയമാണ്. മഴ പെയ്യില്ലെന്ന് ഉറപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നെറ്റിട്ട് വെച്ചാൽ മതി. പക്ഷേ തലേന്ന് മഴ ചെറുതായിട്ട് ചാറിയല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കുറേശ്ശെ എടുത്തിട്ട് വീടിൻ്റെ അകത്തേക്ക് വെക്കുക കേട്ടോ. അതായത് പുതിയ വീടിൻ്റെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് അകത്തേക്ക് ദാർപ്പായി ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയിടുവാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ റോസുവിനെ കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ നാണം വന്നു, അവളിങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ വേഗം അവിടെ നിന്ന് എണീറ്റ് പോയി. റോസുവിന് ഇതുപോലത്തെ പണികളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ്. റീനുവിന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടൂല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റോസുവിനാണ് ഇഷ്ടം. അപ്പം അവൾ കുറേശ്ശെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് കൊട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ എല്ലാം കൂടി ബക്കറ്റിലാണ് കൊണ്ടുവന്ന് കൊട്ടുന്നത്. അതൊരു ചെറിയൊരു പണി, ചെറിയൊരു വലിയ പണിയാണ് കേട്ടോ അകത്തേക്ക് കൊണ്ടുവന്ന് കൊട്ടൽ. പിന്നെ രാവിലെ തിരിച്ചതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പരത്തും വേണം. പിന്നെ നമ്മൾ ചിരട്ടയിൽ നിന്ന് കിട്ടാത്ത കുറച്ച് മാറ്റി വെച്ചല്ലോ, അത് ഉടനെ തന്നെ നമ്മൾ അടർത്തി മാറ്റും വേണം. കാരണം നമ്മൾ ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം ഒരേ ഉണക്കം കിട്ടണമെങ്കിൽ എല്ലാം ഒരുമിച്ച് ചെയ്യും വേണം. ഇനി നമുക്ക് 4ാമത്തെ ദിവസം രാവിലത്തെ കാഴ്ചയിലോട്ട് പോവാം. അപ്പോൾ തലേന്ന് നമ്മൾ ചെത്തൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിലോട്ട് 2-3 ബക്കറ്റ് കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കൂടി ആയിട്ട് അത്യാവശ്യം ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്, ഒരു 3-4 ബക്കറ്റും കൂടി ചെത്താനുണ്ടാവും. അങ്ങനെ നമ്മളെല്ലാം കൂടി അതവിടെ ഇരുന്നിട്ട് രാവിലെ തന്നെ ചെത്തി കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ആ ഉണക്കം പല രീതിയിലാവും. നമുക്ക് വൈകിട്ട് വരെയുള്ള ഉണക്കം നന്നായിട്ട് കിട്ടണം ഈ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ രാവിലെ തന്നെ ആ പണി എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഫിനിഷാക്കി. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള നല്ല വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വീണ്ടും നമ്മളിത് അകത്തേക്ക് ദാർപ്പായി ആക്കിയിട്ട് മഴ കൊള്ളാണ്ട് അകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വീണ്ടും ഇതെടുത്ത് ഇങ്ങോട്ട് തന്നെ വെക്കണം, കാരണം ഇതിപ്പോൾ മഴ കൊണ്ടാൽ ചെത്തി കഴിഞ്ഞ് മഴ കൊണ്ടാകെ പണിയാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഉള്ള വിശേഷങ്ങൾ കാണാം. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ദാർപ്പായിൽ വീണ്ടും ഇത് പരത്തുവാണ്.
ഈ രാവിലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ടൊക്കെ കൊട്ടുന്ന ഈ ഒരു പണി ഉണ്ടല്ലോ, അത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാവും. കാരണം മഴ പെയ്യുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് ആക്കി മാറ്റുന്നത്. എന്നിട്ട് പിന്നെ അത് ആർപ്പായിന്ന് ഇങ്ങോട്ടേക്ക് കൊട്ടലൊക്കെ കൂടി ഒരു പണിയുള്ള കാര്യമാണ്. പക്ഷേ വെയിൽ നല്ലോണം ഉണ്ട്, മഴ പെയ്യില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു സമയം ഉണ്ടാവില്ലേ, അപ്പം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു മഴ ചാറിൽ വന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഈ കൊണ്ടുവന്ന് കൊട്ടുന്നതും പരത്തുന്നതും ഒക്കെ കേട്ടോ. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരമുള്ള കാഴ്ചയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല ഉണക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ കൊപ്രയുടെ ഉണക്കമൊക്കെ നല്ല കറക്റ്റായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി ആട്ടിക്കലാട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്കിപ്പോൾ എന്തായാലും ആട്ടിക്കാൻ കൊടുക്കാൻ പറ്റില്ല, നെക്സ്റ്റ് ഡേ മോർണിംഗേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഉണങ്ങും വേണ്ട കേട്ടോ. ഇതിൻ്റെ ഉണക്കം കറക്റ്റാണോ എന്ന് നോക്കൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുക. കൊപ്ര എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുക. പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ ഉണക്കം കറക്റ്റാണെന്നാണ്. അത് പൊട്ടാൻ കുറച്ചൊരു സോഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഉണങ്ങാനുണ്ടാവും. അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് നോക്കുമ്പോൾ അതങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ. ഉമ്മ പറഞ്ഞെന്ന ടിപ്പാണ്. അപ്പോൾ നമ്മുടെ കൊപ്രയുടെ ഉണക്കം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആട്ടിക്കാൻ കൊടുക്കാനേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ ഊറി വരാൻ ഒരു 3 ദിവസമൊക്കെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാനിൽ കുരുമുളക് ഇട്ടിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ അത് ആക്കി വെക്കുക, 1 വർഷത്തേക്ക് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 5 ദിവസം കൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ആക്കി എടുത്തത്. അപ്പോൾ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. 1 വർഷത്തേക്ക് പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യം നോക്കിയേ വേണ്ട. അപ്പോൾ നമ്മുടെ കൊപ്രയുടെ ഉണക്കമൊക്കെ റെഡിയായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി വാരി ചാക്കിലാക്കലാണ്. കുറേ ചാക്കിലാക്കണം. എല്ലാം കൂടി നമുക്ക് ഇതിപ്പം വാർപ്പിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ താഴേക്ക് നമ്മൾ തന്നെ ഇറക്കണം. അപ്പം നമ്മൾ മുറത്തിൽ ഇങ്ങനെ വാരിയിട്ട് ചാക്കിലാക്കുകയാണ്. എന്നിട്ട് ചാക്കിലാക്കിയിട്ട് കുറേശ്ശെ നമുക്ക് താഴേക്ക് കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് പിന്നെ മില്ലിൽ കൊണ്ടാക്കണം. ഇപ്പം നമ്മളെ വീട്ടിൽ തേങ്ങ ഉണ്ടെന്നാണെങ്കിൽ തേങ്ങയുടെ ഇത് നമ്മൾ നോക്കിയിട്ടില്ല. തേങ്ങ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ 850 രൂപ കൂലിക്കാണ് നമ്മൾ വെട്ടലും ഇതിന് മുകളിൽ ആക്കലൊക്കെ കൂടി ചെയ്തത്. പിന്നെ തേങ്ങ പൊളിക്കാൻ 500 സംതിങ് അങ്ങനെ വന്നു. അപ്പോൾ എല്ലാം കൂടി 1300 സംതിങ് വരുന്നത്. അതായത് 1400 തന്നെ വിചാരിച്ചോളൂ. 1400 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത്രയും പണികളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമ്മളിത് ആട്ടിക്കാനൊക്കെ എത്ര വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. അന്നും ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വെച്ചില്ല, വേഗം ചാക്കിലാക്കിയിട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇത് നമ്മൾ ആട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പോട് കൂടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 95% പണികൾ കഴിഞ്ഞെന്നാണ്. ഇതിങ്ങനെ ചാക്കിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരു 3/4 ഭാഗത്തോളം ആശ്വാസമായി. ഇനിയിപ്പം മില്ലിൽ കൊണ്ടുപോയി കൊടുക്കലും അവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ച് കൊണ്ടുവരുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചാക്കിലാക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. കാരണം അന്നിപ്പോൾ വൈകിട്ട് എന്തായാലും മില്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മോർണിംഗ് അവിടെ തൊട്ടടുത്തുള്ള മില്ലിൽ തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. മില്ലിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് തൂക്കി നോക്കിയപ്പം 75 കിലോ ഉണ്ട് കേട്ടോ. ആദ്യം അവർ തൂക്കി നോക്കും, പിന്നെ ബാക്കി കണക്കുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ 1 വർഷത്തേക്ക് ആക്കി വെക്കുന്ന വെളിച്ചെണ്ണയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിന്ന് നന്നായിട്ട് കഴുകി ഉണക്കി വെക്കണം, വെയിലത്ത് ഉണക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മില്ലിലോട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കൊടുത്തിട്ട് പിന്നെ തിരിച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ റെഡിയായെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ മില്ലിലോട്ട് തിരിച്ച് പോയപ്പം അവിടെ വേറെ വെളിച്ചെണ്ണ ആട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തതാണ് ഞാൻ. അപ്പോൾ ഇതിപ്പം പിണ്ണാക്കാട്ടോ. പിണ്ണാക്ക് നമ്മൾ 1 പ്രാവശ്യം വെളിച്ചെണ്ണ എടുത്ത ശേഷം പിന്നെ വീണ്ടും ആ പിണ്ണാക്ക് ഒന്നുകൂടെ ഇട്ടു. അങ്ങനെ 2-3 തവണ ആക്കിയിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ അത്രയും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊപ്ര ആദ്യം ഇട്ട് കൊടുത്തു, അത് പിണ്ണാക്കായിട്ട് വരും. പിന്നെ വീണ്ടും അത് ഇട്ട് കൊടുക്കും, ആ പിണ്ണാക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. അങ്ങനെ മാക്സിമം വെളിച്ചെണ്ണ അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ ഉറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണ അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിങ്ങനെ സെറ്റിലാവണം. കുറേ ഇങ്ങനെ ക്യാനിൽ ഇങ്ങനെ വെച്ച് 2-3 ദിവസം ക്യാനിൽ വെക്കാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ പിണ്ണാക്ക് 2 ബക്കറ്റ് പിണ്ണാക്ക് റെഡി ആയിട്ടുണ്ട്. പിണ്ണാക്ക് നമ്മൾ വാങ്ങിക്കുന്നില്ല. അപ്പം ഇത് ആട്ടിക്കാൻ നമുക്ക് വരുന്നത് 850 രൂപ എങ്ങാനുമാണ്. അപ്പോൾ പിണ്ണാക്ക് നമ്മൾ എടുക്കുന്നില്ല, പിണ്ണാക്ക് അവരോട് തന്നെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടി കഴിച്ചിട്ട് 350 രൂപയാണ് നമുക്ക് ഈ മില്ലിൽ ഇത് ആട്ടിക്കാൻ വേണ്ടിയിട്ട് ചിലവായ പൈസ കേട്ടോ. അപ്പം ഇനി നമുക്ക് എത്ര ലിറ്റർ വെളിച്ചെണ്ണ കിട്ടി നോക്കണ്ടേ. 51 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമുക്ക് 524 തേങ്ങയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ തേങ്ങയുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണയുടെ അളവും കൂടും കേട്ടോ. അതുപോലെ തന്നെ 75 കിലോ ഉണ്ടായിരുന്നു കൊപ്രയുടെ തൂക്കം നമ്മൾ ലാസ്റ്റ് തൂക്കാൻ കൊടുത്തപ്പോൾ.
ഇന്നിപ്പം 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വരുന്നത് പുറത്ത് വാങ്ങിക്കാൻ കിട്ടുന്നത് 200 രൂപയാണ് മിനിമം. അപ്പം 51 ലിറ്ററിന് തീർച്ചയായിട്ടും 10,200 രൂപയൊക്കെ ആയിരിക്കും. 10,000 രൂപേൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1,700 സംതിങ് ആ ഒരു റേറ്റ് വരുന്നുള്ളൂ നമുക്ക് എക്സ്പെൻസ്. ഇപ്പോൾ നമ്മളിത് ചെയ്തതിൻ്റെ എക്സ്പെൻസ് വരുന്നുള്ളൂ. പിന്നെ തേങ്ങയുടെ ഇത് നമ്മൾ എമൗണ്ട് കൂട്ടിയിട്ടില്ല തേങ്ങ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭമാണ്. എന്നാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കാം. എന്നാലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ വീട്ടിൽ തേങ്ങ ഉണ്ടായിട്ടും നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കുന്നവരുണ്ടാവില്ലേ? അങ്ങനെയുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ. അതുപോലെ പുറത്തുനിന്ന് നമ്മൾ തേങ്ങ വാങ്ങിച്ചിട്ടും വേണമെങ്കിൽ ഇതുപോലെ ചെയ്താലും നമുക്ക് ലാഭകരമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും ചെയ്യും. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.